ഓം 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 സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ശ്രീ മഹാഗണപതയേ നമഃ. ശ്രീ മഹാസരസ്വത്യൈ നമഃ. ശ്രീ മഹാഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീനാരായണ ഭട്ടതിരി നമസ്തേ. കൃഷ്ണ കിടാവേ ഇത ഞാൻ തൊഴുന്നേൻ ആനന്ദമൂർത്തേ അഴകാ പുരാണി. എപ്പോഴുമോമൽ തിരുമേനി കാൺമാൻ തക്കോരു കണ്ണിനരുളീടമേണം. മോക്ഷാതിസാരമയ ഭാഗവതാഖ്യതദ്നോ നാരായണീയ നവനീതം അഹോ ഗൃഹീത്വാ മായാമയൗഖ പരിതപ്തജനാദയോദാത്. നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് 14-ാം ദശകം കപിലാവതാരം നോക്കാം. ഓം നമോ നാരായണായ. ദശകം 14 കപിലാവതാരം. വൃത്തം വസന്തമാലിക. ഭഗവാൻ വരാഹരൂപിയായി അവതരിച്ച് ഭൂമിയെ യഥാസ്ഥാനത്തിൽ പ്രതിഷ്ഠ ചെയ്ത ശേഷം പ്രജാപരിപാലനം ചെയ്യുന്ന മനുവിൻ്റെ കഥയാണ് ഇവിടെ വിവരിക്കുന്നത്. സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ സമനുപങ്കജ സംഭവാംഗജന്മ യുജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ സമനുപങ്കജ സംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. ഇതിൽ പദമൊന്നും അങ്ങനെ മുറിക്കാനില്ലാത്തത് കൊണ്ടാണ് കുറച്ച് ജൂണിൽ തന്നെ ചൊല്ലിപ്പോയത്. ഇനി എൻ്റെ അർത്ഥം നോക്കാം. പങ്കജ സംഭവാംഗജന്മാസ മനു സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ. ബ്രഹ്മാവിൻ്റെ മകനായ ആ മനു അങ്ങയുടെ പാദാരവിന്ദങ്ങളെ വീണ്ടമാതി സ്മരിച്ചുകൊണ്ട് തേ ചരിതം കഥയൻ അവിടുത്തെ അവതാര കഥകൾ പ്രകീർത്തിച്ചുകൊണ്ട് നിജം അന്തരം തൻ്റെ മന്വന്തരമായ 71 ചതുർയുഗകാലം അന്തരായ ഹീനം സുഖം ദിനായ ഒരു തടസ്സവും കൂടാതെ സുഖമായി കഴിച്ചുകൂട്ടി. എല്ലാവർക്കും സുഖമായി കൂടണമെങ്കിൽ ഭഗവാന്റെ സ്മരണ, ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ ഭട്ടതിരിപ്പാട് നമ്മോട് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ അർത്ഥം നോക്കാം. പങ്കജ സംഭവാംഗജന്മ സഹ മനുഹു സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ. ബ്രഹ്മാവിൻ്റെ മകനായ ആ മനു ഇന്ദിരുവടിയുടെ പാദാരവിന്ദങ്ങളെ വീണ്ടമാരി സ്മരിച്ചുകൊണ്ട് തേ ചരിതം കഥയൻ അവിടുത്തെ അവതാര കഥകൾ പ്രകീർത്തിച്ചുകൊണ്ട് നിജം അന്തരം തൻ്റെ മന്വന്തരമായ 71 ചതുർയുഗകാലം അന്തരായ ഹീനം സുഖം ദിനായ യാതൊരു തടസ്സവും കൂടാതെ കഴിച്ചുകൂട്ടി എന്ന് പറയുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും ആ കാലഘട്ടം. അതിനെയാണ് സത്യയുഗം എന്ന ആൾക്കാർ പറയുന്നത്. ഇങ്ങനെയുള്ള സത്യയുഗത്തിൽ ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചു, ഭഗവാനെ സന്തോഷിപ്പിച്ചു മനു. ഇതൊക്കെയാണ് ആ യുഗത്തിൻ്റെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ മഹിമ എന്നും കൂടി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കൂട്ടി വായിച്ച് നോക്കാം. ദശകം 14. സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ സമനുപങ്കജ സംഭവാംഗജന്മ സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ സമനുപങ്കജ സംഭവാംഗജന്മ നിജം അന്തരം അന്തരായ ഹീനം. അവിടെ മാത്രമേ മുറിക്കാനുള്ളൂ. നിജം അന്തരം അന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. ചരിതം തേ കഥയൻ സുഖം നിനായ. 2-ാമത്തെ ശ്ലോകം. സമയേ ഖലു തത്ര കർദമാഖ്യോ. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണശ്ചായ ഭവസ്തദീയവാച. ദ്രുഹിണശ്ചായ ഭവസ്തദീയവാച.
ധൃതസർഗരസോ നിസർഗരമ്യം ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്വാമയുധം സമാസിഷേവേ ഭഗവം സ്വാം അയുധം സമാസിഷേവേ. ഈ ശ്ലോകത്തിലും നമുക്ക് പദം കുറിക്കാൻ അങ്ങനെയില്ല, അതുകൊണ്ട് അർത്ഥം നോക്കാം. സമയേ ഖലു തത്ര സമയേ ഖലു തുയിണച്ചായ ഭവകർദ്ദമാഖ്യ. അക്കാലത്ത് തന്നെ ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നുണ്ടായ കർദ്ദമൻ എന്ന പേരായ പ്രജാപതി തദീയവാചാർഗരസാഖേ തദീ വിധി ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് സൃഷ്ടിതൽപരനായി ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, നിർഗരമ്യം ത്വാം പ്രകൃത്യാസുന്ദരമൂർത്തിയായ അങ്ങയെ അയുധം സമാഹാസിഷേവേ 10,000 കൊല്ലക്കാലം ഭജിച്ചു സേവിച്ചു പറയുന്നത്. ഭഗവാനെ, ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിഴലിൽ നിന്ന് ജനിച്ച കർദ്ദമ പ്രജാപതി, കർദ്ദമൻ എന്ന പേരായ പ്രജാപതി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് കുട്ടിതൽപരനായി ഭഗവാനെ സുന്ദരമൂർത്തിയായ അങ്ങേ 10,000 കൊല്ലക്കാലം ഭജിച്ചു സേവിച്ചു. ഇനി ഇത് നമുക്ക് ചൂടിലൊന്ന് ചൊല്ലി നോക്കാം. സമയേ ഖലു തത്ര കർദ്ദമാഖ്യോ ദുഹിണശ്ചായ ഭവസ്തദീയവാച ദുഹിണശ്ചായ ഭവത് ഭവഃ തദീയവാച അങ്ങനെ വായിക്കാം. അല്ലെങ്കിൽ ദുഹിണച്ഛായ ഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്വാമയുധം സമാസിഷേവേ. ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ മുറിക്കാം, ഭഗവൻ ത്വാം അയുധം സമാസിഷേവേ അങ്ങനെ വായിക്കാം. അല്ലെങ്കിലോ ഭഗവൻ ത്വാമയുധം സമാസിഷേവേ ഭഗവൻ ത്വാം അയുധം സമാസിഷേവേ അങ്ങനെയും വായിക്കാം. ഭഗവൻ ത്വാം അയുധം സമാസിഷേവേ. ഇനി 3-ാമത്തെ ശ്ലോകം. ഭഗവാൻ കർദ്ദമൻ്റെ മുന്നിൽ പ്രത്യക്ഷനാകുന്ന ആ രംഗമാണ് വിവരിക്കുന്നത്. ഗരുഡോപരി കാളമേഘകമ്രം ഗരുഡോപരി കാളമേഘകമ്രം വിലസത്തേളി സരോജ പാണിപദ്മം വിലസത്തേളിസരോജ പാണിപദ്മം ഹസിതോല്ലസിതാനനം വിഭോത്വം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദ്ദമായ വപുരാവിഷ്കുരുഷ്മേ വിഷ്കുരുഷേ ച സ്മ കർദ്ദമായ വപുരാ വിഷ്കുരുഷേ സ്മ കർദ്ദമായ. ഇവിടെയും അധികം മുറിക്കാനൊന്നുമില്ല, പദം മുറിക്കാനൊന്നുമില്ല. അപ്പോൾ നോക്കാം, അർത്ഥം നോക്കാം. ഹേ വിഭോത്വം ഗരുഡോപരി കാളമേഘകമ്രം. സർവവ്യാപിയായ ഭഗവാനെ, അങ്ങ് ഗരുഡൻ്റെ പുറത്ത് കയറി കാളമേഘകമ്രം എന്ന് പറഞ്ഞാൽ മഴക്കാറ് പോലെ മനോഹരവും വിലസക്കേളി സരോജ പാണിപത്നം കളിത്താമരപ്പൂവ് കയ്യിലെടുത്തിരിക്കുന്നതും ഹസിതോല്ലസിതാനനം പുഞ്ചിരിപ്രഭ പരന്നു ശോഭിക്കുന്ന മുഖത്തോടു കൂടിയതുമായ വപുഹു അവിടുത്തെ ആ സുന്ദര വിഗ്രഹം കർദ്ദമായ ആവിഷ്കുരുഷേ കർദ്ദമന് പ്രത്യക്ഷമായി കാണിച്ചു കൊടുത്തു. സ്മ കാണിച്ചു കൊടുത്തില്ലേ പറയുന്നത്. ഏത് രൂപത്തിലാണോ കർദ്ദമൻ ഭഗവാനെ ധ്യാനിച്ചത് ആ രൂപമാണ് ഇവിടെ ഭഗവാൻ പ്രത്യക്ഷത്തിൽ കർദ്ദമന് കാണിച്ചു കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഏത് രൂപത്തെ കാണാൻ ആഗ്രഹിക്കുന്നുവോ ആ രൂപത്തിലായിരിക്കും നമ്മുടെ മുന്നിൽ ഭഗവാൻ വരിക. ഉണ്ണിക്കണ്ണൻ രൂപത്തിൽ ഉണ്ണിക്കണ്ണനായിട്ട്, കാളിമർദ്ദനായിട്ട്, ഗിരിധാരിയാണെങ്കിൽ ഗിരിധാരിയായിട്ട്, അല്ല രാസക്രീഡ ചെയ്യുമ്പോൾ മന്മഥമെന്ന് വിനാദെങ്കിൽ അങ്ങനെ, രുക്മിണി സമേതനാണെങ്കിൽ അങ്ങനെ, നമ്മളെങ്ങനെയാണോ ഭഗവാനെ ധ്യാനിക്കുന്നത് ആ രൂപത്തിൽ വരും. ഇവിടെ കർദ്ദമ പ്രജാപതി ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന അതിമനോഹരനായ ഭഗവാന്റെ രൂപമാണല്ലോ ധ്യാനിച്ചത്. അതുകൊണ്ട് ഭഗവാനും ആ രൂപത്തിൽ തന്നെ കർദ്ദമൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി എന്ന് പറയുകയാണ്. നമുക്ക് ചേർത്തി വായിക്കാം. ഗരുഡോപരി കാളമേഘകമ്രം ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജ പാണിപദ്മം വിലസത്കേളി സരോജ പാണിപദ്മം ഹസിതോല്ലസിതാനനം വിഭോത്വം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദ്ദമായ വപുഃ ആവിഷ്കുരുഷേ സ്മ കർദ്ദമായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ.
നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. ജയ ജയ ഗോവിന്ദ ഹരേ. ജയ ജയ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ. ജയ ജയ ഗോപാല ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. ജയ ജയ ഗോവിന്ദ ഹരേ. 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 ജയ ജയ ഗോപാല ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഹരയേ നമഃ. ശ്രീ ഹരയേ നമഃ. ശ്രീ ഹരയേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.